കുതിരയും കഴുതയും. കൂട്ടുകാരെ, നമുക്ക് ഈ ഒരു കഥ കേട്ടാലോ? ഒരിക്കൽ ഒരു ഗ്രാമത്തിൽ ഒരു കർഷകൻ താമസിച്ചിരുന്നു. അയാൾ ഒരുപാട് മൃഗങ്ങളെ വളർത്തിയിരുന്നു. അവയിൽ ഏറ്റവും കഠിനാധ്വാനം ചെയ്യുന്ന രണ്ടുപേരായിരുന്നു ഒരു കഴുതയും ഒരു കുതിരയും. എല്ലാ ദിവസവും രാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പേ അവർ രണ്ടുപേരും എഴുന്നേറ്റ് ജോലിക്ക് തയ്യാറാകും. പക്ഷേ അവരുടെ ജോലികൾ ഒരുപോലെ ആയിരുന്നില്ല. കഴുതയ്ക്ക് ദിവസവും വലിയ ചാക്കുകളും മരക്കഷ്ണങ്ങളും ധാന്യപ്പൊതികളും ഒക്കെ ചുമക്കേണ്ടി വരുമായിരുന്നു. രാവിലെ മുതൽ വൈകുന്നേരം വരെ അത് ഗ്രാമത്തിലെ വഴികളിലൂടെ നടന്ന് ചരക്കുകൾ കൊണ്ടുപോകും. മറുവശത്താണെങ്കിലോ കുതിരയുടെ ജോലി വളരെ എളുപ്പമായിരുന്നു. അത് ചിലപ്പോൾ യജമാനനെ പുറത്തു കയറ്റി കൊണ്ടുപോകുകയോ വയലിലൂടെ സാവധാനം നടക്കുകയോ ചെയ്യുമായിരുന്നു. കുതിരയ്ക്കാണെങ്കിലോ നല്ല ഭക്ഷണവും കൂടുതൽ വിശ്രമവും ലഭിച്ചിരുന്നു. എന്നാൽ കഴുതയ്ക്ക് എന്നും ഭാരമേറിയ ജോലിയായിരുന്നു. ഒരു ദിവസം രാവിലെ യജമാനൻ കഴുതയുടെ പുറത്ത് പതിവിലുമധികം ചരക്കുകൾ കയറ്റി. കഴുത പതുക്കെ നടന്നു തുടങ്ങി. ഓരോ ചുവട് വെക്കുമ്പോഴും പാവം അതിന്റെ ശരീരം വേദനിച്ചു. അത് മനസ്സിൽ വിചാരിച്ചു, ഇന്ന് ഈ ഭാരം വളരെ കൂടുതലാണല്ലോ. കുറച്ചു ദൂരം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ അതിന്റെ കൂടെ കുതിരയും ഉണ്ടായിരുന്നു. കുതിര സന്തോഷത്തോടെ തല ഉയർത്തി നടക്കുകയായിരുന്നു. പാവം കഴുത ധൈര്യം സമ്പാദിച്ച് മൃദുവായി പറഞ്ഞു, സുഹൃത്തെ, ഇന്നെനിക്ക് വളരെ ക്ഷീണം തോന്നുന്നു. ഈ ചരക്കിൽ നിന്ന് ചെറിയൊരു ഭാഗമെങ്കിലും നിനക്ക് ചുമക്കാമോ? അതെനിക്ക് വലിയ സഹായമാകും. അപ്പോൾ കുതിര കഴുതയെ നോക്കി. പക്ഷെ അതിന്റെ മനസ്സിൽ സഹതാപമൊന്നും തോന്നിയില്ല. അത് തല തിരിച്ചു പറഞ്ഞു, ഇത് നിന്റെ ജോലിയാണ്. എന്റെ ജോലി ഞാൻ ചെയ്യുന്നു. നിന്റെ ഭാരം ഞാൻ എന്തിനു ചുമക്കണം? ഇത് കേട്ടപ്പോൾ പാവം കഴുതയ്ക്ക് സങ്കടമായി. എന്നാൽ അതൊന്നും പറഞ്ഞില്ല. ശരി സുഹൃത്തെ എന്നു മാത്രം പറഞ്ഞിട്ട് അത് മുന്നോട്ട് നടന്നു. സമയം നട്ടുച്ചയായി. സൂര്യൻ മുകളിലേക്ക് കയറി. ചൂട് കൂടിക്കൊണ്ടേയിരുന്നു. കഴുതയുടെ കാലുകൾ വേദനിക്കാൻ തുടങ്ങി. അതിന്റെ ശരീരം മുഴുവൻ ക്ഷീണിച്ചു തുടങ്ങി. എങ്കിലും പാവം കഴുത തന്റെ യജമാനനെ നിരാശപ്പെടുത്താൻ ആഗ്രഹിച്ചില്ല. അതിനാൽ അത് വീണ്ടും വീണ്ടും മുന്നോട്ട് നടക്കാൻ ശ്രമിച്ചു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അതിന്റെ ശ്വാസം വേഗത്തിലായി. കാലുകൾ വിറയ്ക്കാൻ തുടങ്ങി. കണ്ണുകൾ മങ്ങിത്തുടങ്ങി. അങ്ങനെ നടന്നു നടന്ന് അതൊരു വലിയ കല്ലിന്റെ അരികിലെത്തി. പിന്നീട് പാവം കഴുതയ്ക്ക് നടക്കാനേ കഴിഞ്ഞില്ല. അത് തളർന്ന് വഴിയരികിൽ വീണു. ചരക്കുകളാണെങ്കിലോ നിലത്ത് ചിതറിപ്പോയി. പാവം കഴുതയ്ക്ക് എഴുന്നേൽക്കാൻ പോലും കഴിഞ്ഞില്ല. അപ്പോഴേക്കും യജമാനൻ അവിടെ എത്തി. കഴുത നിലത്ത് വീണ് കിടക്കുന്നത് കണ്ടപ്പോൾ അവൻ ദേഷ്യപ്പെട്ടു. അവൻ ദേഷ്യത്തോടെ കഴുതയോട് പറഞ്ഞു, ഇനി ഈ ഭാരം ചുമക്കാൻ നിനക്ക് കഴിയില്ല. എന്നിട്ട് അയാൾ ഒരു തീരുമാനമെടുത്തു. കഴുതയുടെ പുറത്തെ മുഴുവൻ ചരക്കുകളും എടുത്ത് കുതിരയുടെ മേൽ വെച്ചു. അത് മാത്രമല്ല, കഴുതയെ വീട്ടിലേക്ക് കൊണ്ടുപോകാനും കുതിരയെ തന്നെ ഉപയോഗിച്ചു. ഇപ്പോഴാണെങ്കിലോ കുതിരയുടെ പുറത്ത് മുമ്പുണ്ടായിരുന്നതിലും ഇരട്ടിയോളം ഭാരമുണ്ടായിരുന്നു. കുതിര ഞെട്ടിപ്പോയി. അയ്യോ, ഇത്രയും ഭാരം എനിക്ക് എങ്ങനെ ചുമക്കാൻ കഴിയും? അത് മനസ്സിൽ വിചാരിച്ചു. അത് ഒരു ചുവട് വെച്ചു, പിന്നെ മറ്റൊരു ചുവട്. ഓരോ ചുവടും വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ കുതിരയുടെ കാലുകൾക്കും വേദന തോന്നി. ശരീരം ക്ഷീണിച്ചു. അപ്പോൾ കുതിര രാവിലെ നടന്ന സംഭവം ഓർത്തു. കഴുത സഹായം ചോദിച്ചപ്പോൾ താൻ പറഞ്ഞ വാക്കുകളെ കുറിച്ച് കുതിര ഓർത്തു. ഇത് തന്റെ ജോലിയല്ലെന്ന് താൻ പറഞ്ഞ കാര്യം കുതിരയ്ക്ക് ഓർമ്മ വന്നു. അതോർത്തപ്പോൾ കുതിരയ്ക്ക് ലജ്ജ തോന്നി. അപ്പോൾ അതിന് മനസ്സിലായി, ഞാനപ്പോൾ ചെറിയൊരു സഹായം ചെയ്തിരുന്നെങ്കിൽ ഈ ഭാരം മുഴുവൻ ഇപ്പോൾ എനിക്ക് ചുമക്കേണ്ടി വരുമായിരുന്നില്ല. അത് തന്റെ തെറ്റാണെന്ന് അതിന് മനസ്സിലായി. അങ്ങനെ നേരം സന്ധ്യയായി. ആകാശം ചുവന്ന നിറമായി മാറി. പക്ഷികൾ അവരുടെ കൂടുകളിലേക്ക് മടങ്ങി. കാറ്റ് പതുക്കെ വീശി. കുതിരയാണെങ്കിലോ ക്ഷീണിച്ചു വീട്ടിലെത്തി. രാത്രിയായപ്പോൾ ആകാശത്ത് നക്ഷത്രങ്ങൾ തെളിഞ്ഞു. ചന്ദ്രൻ മൃദുവായി പ്രകാശിച്ചു. കുതിര ശാന്തമായി ആകാശത്തെ നോക്കി നിന്നു. അത് അന്ന് സംഭവിച്ച കാര്യങ്ങളെല്ലാം ഓർത്തു. സഹായം ചോദിച്ച ഒരാളെ ഞാൻ സഹായിച്ചില്ല.
അതിനാൽ അവനും ബുദ്ധിമുട്ടി. അവസാനം ഞാനും ബുദ്ധിമുട്ടി. അത് മനസ്സിൽ പറഞ്ഞു. അടുത്ത ദിവസം രാവിലെ കഴുത സുഖം പ്രാപിച്ച് വീണ്ടും പുറത്തു വന്നു. കുതിര അതിൻ്റെ അടുത്തേക്ക് നടന്നു. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു: സുഹൃത്തേ, ഇന്നലെ ഞാനൊരു തെറ്റ് ചെയ്തു. നിന്നെ ഞാൻ സഹായിക്കേണ്ടതായിരുന്നു. എന്നോട് ക്ഷമിക്കൂ. കഴുത പുഞ്ചിരിച്ചു. അന്നു മുതൽ കുതിരയും കഴുതയും പരസ്പരം സഹായിച്ച് ജീവിച്ചു. ഒരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ മറ്റേയാൾ സഹായിക്കാൻ തുടങ്ങി. അങ്ങനെ അവർ ഉറ്റ സുഹൃത്തുക്കളായി മാറി. കൂട്ടുകാരെ, ഈ കഥയിൽ നിന്നും നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? ഒരാൾക്ക് ഒരു ചെറിയ സഹായം ആവശ്യമായി വരുമ്പോൾ നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ സഹായിക്കാൻ ശ്രമിക്കണം. സഹായം ചെയ്യുന്നത് ഒരു ചെറിയ കാര്യമല്ല. സമയത്ത് ചെയ്യുന്ന ഒരു ചെറിയ സഹായം പോലും വലിയ പ്രശ്നങ്ങൾ തടയുകയും നല്ല സൗഹൃദങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു.